ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ആർട്ടോ ക്രാഫ്റ്റോ ഒന്നുമല്ല, ഇന്നൊരു കഥ പറയുകയാണ്. വെറും 20 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരൻ അവൻ്റെ മുത്തച്ഛനോടുള്ള സ്നേഹം കാരണം കാണിച്ച ഒരു സാഹസത്തിൻ്റെ കഥയാണിത്. നമുക്ക് നേരെ കഥയിലോട്ടേക്ക് പോകാം. കേരളത്തിലെ ഏറ്റവും സമ്പന്നരിൽ എണ്ണപ്പെടുന്ന ഒരു കുടുംബമാണ് കണിമംഗലം കുടുംബം. കണിമംഗലം കുടുംബത്തിൻ്റെ കുടുംബനാഥനാണ് മഹാദേവ്. മഹാദേവ് തൻ്റെ ബിസിനസ്സുകളെല്ലാം മകൻ കൃഷ്ണദാസിനെ ഏൽപ്പിച്ചു കോഴിക്കോടുള്ള തൻ്റെ തറവാട് വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു. ഒരു ദിവസം തോട്ടത്തിലിറങ്ങിയപ്പോൾ അദ്ദേഹത്തെ ഒരു പാമ്പ് കുത്തി. അത് കാരണം അദ്ദേഹത്തെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കൂടിയ ഇനം വിഷമുള്ള പാമ്പായതിനാൽ അതിനേത് മറുമരുന്ന് എന്ന് അവർക്കാർക്കും അറിയില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നിട്ട് ഇനിയൊരു പ്രയോജനവുമില്ലെന്ന് മനസ്സിലാക്കി അച്ഛനുമായി കൃഷ്ണദാസ് വീട്ടിലേക്ക് മടങ്ങി. വിവരമറിഞ്ഞ് എല്ലാ കുടുംബാംഗങ്ങളും കണിമംഗലം തറവാട്ട് വീട്ടിൽ ഒരുമിച്ചുകൂടി. അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം അങ്ങനെ എല്ലാ മേഖലയിലുള്ള വിദഗ്ധരായ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. ദീർഘനേരമുള്ള റിസർച്ചിനൊടുവിൽ അവർ ഒരു മാറുമരുന്ന് കണ്ടുപിടിച്ചു. ഡോക്ടർ അത് കൃഷ്ണദേവിനോട് പറഞ്ഞു. കൃഷ്ണദേവ് അത് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചു. അതൊരു പച്ച മരുന്നാണെന്നും അത് ഇവിടെ തന്നെ ഉണ്ടാക്കാൻ കഴിയുമെന്നും ഡോക്ടർ മറുപടി പറഞ്ഞു. പക്ഷേ അതുണ്ടാക്കാൻ ആവശ്യമായുള്ളൊരു സസ്യം കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ ആനമുടിച്ചോല കാട്ടിൽ മാത്രമേ ഉള്ളൂ. അതിഭീകരമായ ആനമുടിച്ചോല എന്ന കാട്ടിൽ ആര് പോകും എന്നായിരുന്നു അടുത്ത ചർച്ച. കൃഷ്ണദാസിൻ്റെ മകൻ ലിയോ പോകാമെന്നേറ്റു. ലിയോന് വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ളതുകൊണ്ട് മറ്റു കുടുംബാംഗങ്ങൾ ആദ്യം എതിർത്തു. എങ്കിലും മറ്റാരും പോവാൻ തയ്യാറാവാത്തതുകൊണ്ട് അവൻ തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. ഡോക്ടർ അവന് സസ്യത്തിൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. കിനിയാത്ത്. കിനിയാത്തിൻ്റെ ഫോട്ടോവും കാണിച്ചു കൊടുത്തു. അങ്ങനെ ലിയോ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തു. അവരോടും യാത്ര പറഞ്ഞു. കിനിയാത്തിന് വേണ്ടിയുള്ള യാത്ര അവൻ ആരംഭിച്ചു. ഏകദേശം സമയം സന്ധ്യാനേരമായപ്പോൾ അവൻ ആനമുടിച്ചോല കാട്ടിലേക്ക് പ്രവേശിച്ചു. അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസറോട് സംസാരിച്ചപ്പോൾ ആ സസ്യം കാടിനുള്ളിലുള്ള ഒരു ഗുഹയുടെ അടുത്തായിട്ടാണ് ഉള്ളത് എന്ന് അവൻ മനസ്സിലാക്കി. ഓഫീസറിൻ്റെ അടുത്ത് നിന്നും മാപ്പും വാങ്ങി അവൻ്റെ യാത്ര തുടർന്നു. മുന്നോട്ടുള്ള യാത്രയ്ക്ക് നടക്കലാണ് നല്ലതെന്ന് മനസ്സിലാക്കി അവൻ്റെ കാറ് ഫോറസ്റ്റ് ഓഫീസിൽ തന്നെ പാർക്ക് ചെയ്തിരുന്നു. ഉയരമുള്ള മരങ്ങളും വർണ്ണങ്ങൾ നിറഞ്ഞ പക്ഷികളും മനോഹരമായ പൂക്കളും അവനെ അത്ഭുതപ്പെടുത്തി. അതേപോലെ കാടിനുള്ളിലുള്ള ഇരുട്ടും വന്യജീവികളുടെ ശബ്ദങ്ങളും അവനെ ഭയപ്പെടുത്തി. സമയം കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. അവൻ്റെ ടോർച്ച് ലൈറ്റിൻ്റെ സഹായത്താൽ മുന്നോട്ടേക്ക് നടന്നു. ഒരരുവി കണ്ടപ്പോൾ അവൻ ആ അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ച് അവൻ്റെ ദാഹം അകറ്റി. ഇതുവരെ എളുപ്പമുള്ള യാത്രയായിരുന്നു. കുറച്ചു മുന്നോട്ട് കൂടെ സഞ്ചരിച്ചപ്പോൾ വള്ളിച്ചെടികൾ അവൻ്റെ വഴി മുടക്കി. അവൻ്റെ കയ്യിലുള്ള ഒരു കത്തിയെടുത്ത് വള്ളിച്ചെടികളെല്ലാം വെട്ടിമാറ്റി അവന് പോകാനുള്ള വഴി അവൻ ഒരുക്കി. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ ഒരു പാറക്കെട്ടുകൾ അവൻ കണ്ടു. അപ്പോൾ അവനിക്ക് മനസ്സിലായി ഞാൻ ഏകദേശം ഗുഹയുടെ അടുത്ത് എത്താനായെന്ന്. ആ പാറക്കെട്ടുകളും ലിയോ ചാടിക്കടന്നു. അങ്ങനെ അവൻ ഗുഹയുടെ മുന്നിലെത്തി. ഗുഹക്ക് കാവലെന്നതുപോലെ ഗുഹയുടെ മുന്നിൽ ഒരു ആനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. അത് കണ്ട് അവൻ ഭയന്നു വിറച്ചു. എന്ത് ചെയ്യണമെന്തെന്ന് അറിയാതെ നോക്കുമ്പോഴായിരുന്നു അവൻ അത് കണ്ടത്. കൂട്ടത്തിലുള്ള ഒരു ആനയുടെ കാലിൽ അമ്പ് പോലെ എന്തോ തറച്ചിരിക്കുന്നു. അവന് ആ ആനയെ സഹായിച്ചു കാലിൽ നിന്ന് അമ്പ് ഊരിക്കൊടുത്തു. ആനകൾ അവൻ്റെ വഴിക്ക് തടസ്സം നിന്നില്ല. അവനേക്കാവശ്യമുള്ള കിനിയാത്ത് എന്ന സസ്യങ്ങൾ വേരോടെ പീതെടുത്തു. ഫോറസ്റ്റ് ഓഫീസിലെത്തി ഓഫീസറോട് യാത്ര പറഞ്ഞു കാറും എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. അവൻ വന്നപാടെ അവൻ്റെ കയ്യിൽ നിന്ന് കിനിയാത്ത് വാങ്ങി ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് തന്നെ അവർ മരുന്നുണ്ടാക്കാൻ ആരംഭിച്ചു. മഞ്ഞളും വെളുത്തുള്ളിയും തുളസിയും പിന്നെ കിനിയാത്തും ചേർത്ത് അവർ ഒരു പച്ചമരുന്ന് തയ്യാറാക്കി. അതിൽ നിന്ന് അല്പം മഹാദേവനെ കൊണ്ട് കുടിപ്പിക്കുകയും അല്പം പാമ്പിൻ്റെ കൊത്തേറ്റ സ്ഥലത്ത് പുരട്ടിക്കൊടുക്കുകയും ചെയ്തു. പിന്നീട് പെട്ടെന്ന് തന്നെ മഹാദേവിൻ്റെ ബോധം തെളിഞ്ഞു. എല്ലാവരും ലിയോയെ അഭിനന്ദിച്ചു. ലിയോ കൃത്യസമയത്ത് മരുന്നെത്തിച്ചതുകൊണ്ടാണ് മഹാദേവ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് എന്ന് ഡോക്ടർമാർ പറഞ്ഞു. രാത്രിയുടെ ഇരുട്ടിനെ വകവെക്കാതെ ആ ഭീകരമായ കാട്ടിനെ അതിജീവിച്ച് വന്ന ലിയോയെ കാണുമ്പോൾ കൃഷ്ണദേവന് അഭിമാനം തോന്നുന്നു. മഹാദേവൻ്റെ തിരിച്ചുവരവ് കാരണം
കുടുംബാംഗങ്ങളെല്ലാം വളരെ സന്തോഷവാനായിരുന്നു. ലിയോയുടെ സാഹസം എന്ന കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതുന്നു. ബൈ ഓൾ, സി യു നെക്സ്റ്റ് ടൈം.